അപേക്ഷിക്കുന്നു. പിതാവായ ദൈവം മക്കളായ നമുക്ക് വിവിധ രീതിയിലുള്ള കഴിവുകൾ സമൃദ്ധമായി നൽകിയിട്ടുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന സർവ്വ കഴിവുകളും അവരൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും ദാനങ്ങളും നമ്മളിൽ തന്നെ ഒതുക്കാതെ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക വിധം നാം അധ്വാനിക്കുമ്പോഴാണ് ദാതാവായ ദൈവത്തെ ആദരിക്കുന്നവരായി നാം മാറുന്നത്. ഇന്നത്തെ സുവിശേഷം താലന്തുകളുടെ ഉപമയിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന ചിന്തയാണിത്. മടി പിടിച്ചും അലസരായും പ്രത്യാശയില്ലാതെയും നാം ഒരിക്കലും പെരുമാറരുതെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 1-ാം വായനയിൽ ദൈവഭക്തിയായ സ്ത്രീയുടെ അധ്വാനങ്ങൾ വിലമതിക്കപ്പെടുന്നതായി നാം വായിച്ചു കേൾക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ സുബോധമുള്ളവരായി ഉണർന്നു പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനവും ഇന്നേ ദിവസം നമുക്ക് നൽകുന്നു. ആകയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യരുത്. അതിന്മേലുള്ള നമ്മുടെ അധ്വാനമാണ് പ്രധാനപ്പെട്ടത്. അത്ഭുതഭാഗമായ അനുഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ത്യാഗപൂർവമായ അധ്വാനം ജീവിതയാത്രയിൽ നമുക്കുണ്ടാകണം. നമ്മുടെ അവസ്ഥ എത്ര ചെറുതായാലും അവയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകപൂർവം പെരുമാറിയാൽ നമുക്ക് തന്നെ അത് ഏറെ നന്മ പകർന്നു തരും. അധ്വാനവും പരിശ്രമവും വഴി ജീവിതത്തെ അനുഗ്രഹദായകമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിലുള്ള 12-ാം യൂണിറ്റിലെ കുടുംബാംഗങ്ങൾ യേശുനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തെ കൂടുതൽ ഫലദായകമാക്കുവാനുള്ള കൃപയ്ക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. അജരണമീ വരുവിൻ ഓർമ്മയ്ക്കായി ചീരിയ
കർത്താവ് അരുൾ ചെയ്യുന്നു, സമാധാനത്തിൻ്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിൻ്റെ അല്ല. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പുതിയ പ്രഭാതം, പുതിയൊരു ദിവസം, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സംരക്ഷണം ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടി ഈ അൾത്താരയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവല്ലവാരം ഇടവ മക്കളായ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരമെല്ലാം പോകുമ്പോഴും 12ാം യൂണിറ്റിലെ കുടുംബാംഗങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. കർത്താവായ ദൈവം നമ്മളെ എത്രമാത്രം കരുതുകയും കാക്കുകയും ചെയ്യുന്നുവെന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ അൾത്താര. ഈ അൾത്താരയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് 12ാം കുടുംബ യൂണിറ്റ് എന്ന രീതിയിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ പുതിയ പ്രഭാതത്തിൽ ഒരു പുതിയൊരാഴ്ച ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഇടവകയിലെ എല്ലാ മക്കൾക്കും നിറഞ്ഞ സമാധാനവും സംരക്ഷണവും കർത്താവായ ദൈവം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നവംബർ മാസം ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കടന്നു പോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും ഓർക്കുന്ന മാസം കൂടിയാണ്. പരേതരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും നമുക്ക് സകല ആത്മാക്കളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ബലിയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ. നമ്മുടെ പാപങ്ങൾ ദൈവിക സന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ദൈവത്തിനോ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവനെ നിരന്തരം അങ്ങ് ശുശ്രൂഷ ചെയ്യുന്നതിനാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
ആണ്ടുവട്ടത്തിലെ 33-ാം ഞായർ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ അജീവാനന്ദം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാപങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസയർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സമയവും കാലവും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളനെന്ന പോലെ കർത്താവിന്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനം, ഭദ്രതയിൽ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിനം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്നിരുന്ന് സുബോധമുള്ളവരായിരിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് അരുൾ ചെയ്യുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ
കൃപയോടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യാപദേശം അരുളി ചെയ്തു. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് അവൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവിനനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിനു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ചു. യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളെ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ പ്രതി, അല്പകാര്യങ്ങളെ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ അന്ന് പറഞ്ഞു, യജമാനൻ, നീ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിൻ്റേത്, എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടന്ന് കൊയ്യുന്നവനും വിതറാത്തിടന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരിയുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്നെൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനെന്നുള്ളത് പോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശേഷവചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യപ്പെടുമാറാകട്ടെ. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആണ്ടുവട്ടം 33-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ കൃപയാചിച്ചുകൊണ്ട് ഇന്ന് ആൾത്താരയിൽ 12-ാം കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ലോകത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ ഇടവക മക്കൾക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കുവാനായിട്ടുള്ള സമയം കൂടിയാണത്. കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഇന്ന് ഈ ദിവസം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് നൽകിയിരിക്കുന്ന ചിന്തകൾ, കർത്താവായ യേശുനാഥൻ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. മത്തായിയുടെ സുവിശേഷമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. തലക്കെട്ടിപ്രകാരമാണ്, അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നാൽ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. ഇവിടെ ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കുന്ന വിശ്വസ്തതയുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് കർത്താവായ യേശുനാഥൻ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. മത്തായി സുവിശേഷകൻ അവൻ ഓരോരുത്തൻ്റെയും കഴിവിനനുസരിച്ചാണ് അവർക്ക് താലന്ത് കൊടുത്തത്. താലന്തുകളുടെ എണ്ണം ഇപ്രകാരമാണ്. ഒരുവൻ 5 താലന്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവൻ എത്രമാത്രം കഴിവുണ്ട് എന്ന്. മറ്റൊരുവന് 2 താലന്ത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ആദ്യത്തവനിൽ നിന്ന് എത്രമാത്രം കഴിവ് ചെറിയ തോതിലെങ്കിലും കുറഞ്ഞവനാണ് എന്ന്. മൂന്നാമത്തത് 1 താലന്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആദ്യത്തെ 2 നിന്ന് വ്യത്യസ്തനാണ്, കഴിവ് കെട്ടവനെന്നല്ല, മറിച്ച് അവൻ്റെ കഴിവിനനുസരിച്ചാണ് കർത്താവായ ദൈവം ഈ താലന്ത് കൊടുത്തത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ 3 ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന 3 വ്യക്തികൾ നമ്മൾ തന്നെയാണോ അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ കഴിവ് കെട്ടവനായി ഈ ലോകത്ത് ആരുമില്ല, എല്ലാവരും കഴിവുള്ളവരാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നൽകപ്പെടുന്ന സാഹചര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കഴിവുകളെ വിപുലീകരിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് കർത്താവായ യേശുനാഥൻ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരുവൻ 5 താലന്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ സാഹചര്യങ്ങളാണ്.
ആ 5 താലന്ത് കൊടുത്ത് മറ്റ് 5 താലന്ത് കൂടി ഉണ്ടാക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അവൻ്റെ ബുദ്ധികൂർമ്മത, അവൻ്റെ പ്രവൃത്തി പരിചയം, അവൻ്റെ സാഹചര്യം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാവണം അവൻ 5 താലന്ത് കൊടുത്തത്. രണ്ടാമതായി രണ്ടാമത്തെ പ്രവൃത്തിയിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടി രണ്ടാമന് കൊടുത്തത് 2 താലന്താണ്. അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പരിചയവും കഴിവുകളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാവണം 2 താലന്ത് കൊടുത്തത്. മറ്റവന് 1 താലന്ത്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ ഈ താലന്തുകളൊക്കെ തന്നെയും വിഭജിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് അവരുടെ ജീവിതത്തിലൂടെ നൽകപ്പെട്ട ആ സാഹചര്യം അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടി സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പരിചയവും അവൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധികൂർമ്മതയും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ അവൻ ക്രോഡീകരിച്ചതുകൊണ്ടാണ് പ്രിയമുള്ളവർ 5 താലന്ത് കൂടി അവൻ സമ്പാദിച്ചത്. അതുപോലെ തന്നെയാണ് 2 താലന്ത് ലഭിച്ചവൻ 2 കൂടി സമ്പാദിച്ചത്. പ്രവൃത്തി പരിചയം, അവൻ്റെ സാഹചര്യം, അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോഴാണ് പ്രിയമുള്ളവരെ 2 താലന്ത് ലഭിച്ചവൻ 2 കൂടി സമ്പാദിച്ചത്. എന്നാൽ ഇന്ന് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്. 1 താലന്ത് ലഭിച്ചവൻ. അവൻ്റെ ജീവിതത്തിൽ അവൻ എന്താ ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവൻ ഇപ്രകാരമാണ് ചെയ്തത്: നീ 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 1 താലന്ത് കിട്ടിയവൻ്റെ ജീവിത ക്രമങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പാലിക്കുവാൻ നമ്മൾ മനസ്സ് കാട്ടുന്നത്. കിട്ടിയ താലന്തുകൾ, കിട്ടിയ കഴിവുകൾ, കിട്ടിയ ഉത്തരവാദിത്വങ്ങൾ, കിട്ടിയ ജീവിതത്തിൻ്റെ വിശ്വസ്തത, ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒതുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒതുക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാത്ത, ഭാവിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ചിത്രമായി ഇന്ന് ഈ 1 താലന്ത് ലഭിച്ചവൻ്റെ ജീവിതത്തിലൂടെ നമ്മളും കടന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കർത്താവായ ദൈവം ഇപ്രകാരമാണ് പറയുന്നത്. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തിൽ നിന്ന് ശേഖരിക്കുന്നവനുമാണ് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. അപ്പോൾ കൊടുത്തതുപോലും തിരിച്ചെടുക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അവൻ്റെ പ്രവൃത്തി പരിചയം, അവൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തത, അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അവൻ രൂപപ്പെടുത്താത്തതുകൊണ്ട് അവനെ ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിലേക്ക് കർത്താവായ യേശുനാഥൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പരിചയം കൊണ്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള താലന്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സാഹചര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ദൈവം കഴിവുകളും ബുദ്ധിയും ശക്തിയും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള രൂപീകൃതമായ ചിന്തകളുമൊക്കെ നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ താലന്തുകൾ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വലിച്ചെറിയപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ 1 താലന്ത് കിട്ടിയവനെ പോലെ നമ്മൾ മാറും എന്ന ചിന്തയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള താലന്തുകൾ ഏത് രീതിയിലാണ് ദൈവിക സന്നിധിയിലേക്ക് സമർപ്പിക്കേണ്ടത്, ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രവൃത്തികളിലൂടെ, ബുദ്ധികൂർമ്മതയിലൂടെ, വിശ്വസ്തതയിലൂടെ, ഭാവിയുടെ ജീവിതത്തെ കരിപിടിപ്പിക്കുന്നതിലൂടെ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലിവേദിയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് എഴുന്നേൽക്കാം, നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി
പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ ഈ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ എളുപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവദാനങ്ങളുടെയും കൃപകളുടെയും ഉറവിടമായ ദൈവമേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും അഭിവന്ദ്യ പിതാവ് പോൾ ആൻഡ്രി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു. അവരുടെ ദൗത്യങ്ങളെല്ലാം യഥാവിധി നിറവേറ്റിക്കൊണ്ട് ഫലദായകമായ ജീവിതത്താൽ ദൈവജനത്തെ നയിക്കണമെന്നും ഭൂമിയിൽ വിശ്വാസഗോപുരങ്ങളായി പ്രശോഭിക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസത്തിന്റെ ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽഫോൻസിനെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ഓരോ കുടുംബത്തെയും അനുനിമിഷം അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും അങ്ങയുടെ തിരുക്കരസ്പർശനത്താൽ കൃപാപൂർണമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹചൈതന്യവും പ്രാർത്ഥനാ തീക്ഷ്ണതയും നൽകിക്കൊണ്ട് അനുദിനം വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവത്തിൻ്റെ അതിനാഥനായ ദൈവമേ, ഒരു താഴ്ന്നു കിട്ടിയ ഭൃത്യനെ പോലെ ലഭിച്ചതൊക്കെയും കുരിശുമൂടാതെ അങ്ങിൽ ലഭിച്ച ദാനങ്ങളും വരങ്ങളും കഴിവുകളും തിരിച്ചറിയുവാനും ആത്മാർത്ഥമായ അധ്വാനത്തിലൂടെ അവയൊക്കെയും വർദ്ധിക്കുവാനുള്ള കൃപാവരങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ത്യാഗത്തിൻ്റെ മഹോന്നതനായ അർത്ഥതലങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ, അവരിനു വേണ്ടി സ്വയം സമർപ്പിക്കുവാനും ഒന്നും സ്വന്തമായി കരുതിവെക്കാതെ നിർലോഭം പങ്കുവയ്ക്കുവാനുള്ള സ്നേഹചൈതന്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തെ ജീവന്റെ കവാടമാക്കി മാറ്റിയ സ്നേഹചൈതന്യമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിയപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. സർവപാപങ്ങൾക്കും മാപ്പും പൂർത്തിയും നൽകിക്കൊണ്ട് നീതിയുടെ സമാധാനത്തിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വ്യക്തിപരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവിക സന്നിധിയിൽ നമുക്കൊരു നിമിഷം മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന അപ്പങ്ങളുടെ കാരണത്താൽ
ഞങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേ മഹിമ പ്രഭാവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്തിയാദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിന്റെ ബലം ഞങ്ങൾ കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങും നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ. പരിശുദ്ധാത്മാവാൽ മനുഷ്യപദാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാനകരമായ അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കഴിവുവരച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ ആമോദ വായ്പോടെ വാഴുമ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യാപ്രതാപവാൻ അങ്ങേക്ക് നിത്യവും മംഗളം പാടി നമിച്ചിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ
കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതോ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോളാഞ്ചന മെത്രാനോടും വൈദികഗണത്തോടും അങ്ങേ സ്നേഹത്തെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ കടന്നുപോയ എല്ലാ ആത്മാക്കളെയും, പ്രാർത്ഥനകൾ ആവശ്യമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥാവിശ്വസ്നാഭിഹനാനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രശാന്തിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും.
പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. വത്സല മക്കളായ നമുക്ക് നമ്മുടെ എല്ലാ നിയമങ്ങളും ദൈവിക സന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം കൃപ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ശരീരവും തിരുരത്വവും നമ്മെ നിത്യം സംരക്ഷിക്കുവാനാകട്ടെ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ടുള്ള സമയമാണ്. കരങ്ങൾ വൃത്തിയായി ഇടത് കരങ്ങൾ തന്നെ ദിവ്യകാരണം സ്വീകരിച്ച് വലത് കരം കൊണ്ട് സ്വീകരിക്കുവാൻ, നാവിൽ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടത് കരം കൊണ്ട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ കൊന്തയോ കർച്ചീഫോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കൈവെള്ള നന്നായിട്ട് തന്നെ വിരിച്ച് വിശുദ്ധ കുർബാന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മുട്ടാതെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
വളർത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടെത്തുമ്പോൾ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചവെക്കാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചവെക്കാം. സ്നേഹമുള്ളവരെ, ചൊവ്വാഴ്ചകളിലുള്ള അന്തോണീസ്നാൻ്റെ ദിവ്യബലിയിലും നൊവേനയിലും നമ്മൾ സാധാരണ രീതിയിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഓരോ യൂണിറ്റാണ് പങ്കെടുപ്പിച്ചത്. പക്ഷേ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇടവക്കാരുടെ ആവശ്യപ്രകാരം എല്ലാ യൂണിറ്റിൽ നിന്നും 1-2 പേരെ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ ബലിയിലും നൊവേനയിലും പങ്കെടുക്കുവാനായിട്ടാണ് പ്രത്യേകം ഇനി മുതൽ ആഗ്രഹിക്കുന്നത്. നമ്പർ കൂടാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു യൂണിറ്റിന് 1-2 പേര്, ഇങ്ങനെ 12 യൂണിറ്റിൽ നിന്ന് നമുക്ക് വളരെ ശക്തമായ രീതിയിൽ നൊവേനയിലും പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, നമുക്കറിയാവുന്നതുപോലെ ഈ മിഷൻ ഞായറാഴ്ചയുടെ കളക്ഷൻ, തപസ്സുകാലം, അതുപോലെ തന്നെ കോവിഡ് ദുരിതാശ്വാസം, ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ സാഹചര്യം, പ്രത്യേക സാഹചര്യം അതായതുകൊണ്ടാണ്. അപ്പോൾ മിഷൻ ഞായറാഴ്ചയ്ക്ക് പ്രത്യേക കവറുകളുണ്ട്, തപസ്സുകാലത്തിന് പ്രത്യേക കവറുണ്ട്, കോവിഡിനും പ്രത്യേക കവറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാം കൂടി ഒരു കവറിനകത്ത് നിങ്ങളാൽ കഴിയുന്നത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭാഗിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് പിന്നീട് നമ്മുടെ BCC ലീഡേഴ്സ് വഴി അറിയിക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തന്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിന്റെ വർധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ തിരുമലാരയുടെ വകയിലെ 12-ാം കുടുംബത്തിലെ അംഗങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയും ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകം അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപിച്ചു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.